ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സ്പ്രൗട്ടിങ്ങിന് വെച്ചിരിക്കുന്ന പയറായിരുന്നു. ഇതിപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ലെവൽ ഓഫ് സ്പ്രൗട്ടിംഗ് ആണ് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നത്. നമുക്ക് സാധാരണ പയറൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്പ്രൗട്ടായി വരുന്ന ഒന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് രാത്രി വെച്ച് നാളെ എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ അത് കുറച്ചും കൂടി നാൾ സ്പ്രൗട്ടിങ്ങിന് വേണ്ടി വെച്ചത്. അങ്ങനെ നല്ലപോലെ സ്പ്രൗട്ടായി വന്നിട്ടുണ്ട്. ഇത് വളരെയധികം ബെനിഫിഷ്യലാണ്. ഇത് നമുക്ക് മനുഷ്യന്മാർക്കായാലും മൃഗങ്ങൾക്കായാലും ഒക്കെ വളരെയധികം ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണിത്. അപ്പം നമുക്ക് വേണ്ടി സ്പ്രൗട്ടിങ്ങിന് വേണ്ടി വെച്ചപ്പോൾ ഞാൻ ഒരു ഭാഗം ഇവർക്കും കൂടി എടുത്ത് കൊടുത്തു. നമ്മുടെ ബഡ്ജീസും ആഫ്രിക്കൻ ലവ് ബേർഡ്സിനും ഫിഞ്ചസിനും ഒക്കെ നല്ലതായിട്ട് ഇത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ബേർഡ്സ് ഇവിടെ അവർക്ക് ഈ സാധാരണ ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന തിന കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈ സ്പ്രൗട്ട്സൊക്കെ കഴിക്കാനാണ് ഭയങ്കര താല്പര്യം. പക്ഷേ നമ്മൾ എല്ലാം ഒരു മിതത്തിൽ വേണം കഴിക്കാനായിട്ട്. അതിപ്പോൾ മനുഷ്യന്മാരാവട്ടെ മൃഗങ്ങളായാലും സ്പ്രൗട്ട്സൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വളരെയധികം നല്ലതാണ്. നമ്മുടെ ഫുൾ ബോഡി ഹെൽത്തിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ വളരെയധികം ബെനിഫിഷ്യലാണ്. എല്ലാവിധ വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത്. പല ടൈപ്പ് സ്പ്രൗട്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും.